ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തേതാണ് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ റാൻഡം വേരിയബിളിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, മറ്റൊന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ഓൾ വാല്യൂസ് ഇൻ ദ റിയൽ നമ്പർ. നമുക്ക് R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണെന്ന് അറിയാം. സോ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ടേക്സ് ഓൾ വാല്യൂസ്, അതായത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്തുള്ള വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ്. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ടേക്സ് ഓൾ വാല്യൂസ് in R, takes all values in R, or otherwise you can say that in an interval a comma b, in an interval. So in a real line നമുക്ക് -∞ മുതൽ +∞ വരെ നമുക്കുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. അതിൽ ഏത് വാല്യൂസ് ഏത് മുതൽ ഏത് വരെ എടുക്കണം എന്നുള്ളത് നമുക്ക് തരുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ -∞ മുതൽ +∞ വരെയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനായിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തരാം. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 എന്ന് പറഞ്ഞ് തരുമ്പോൾ നമുക്കിപ്പോൾ 0 and 1 ആണ് നമുക്ക് തരുന്നതെങ്കിൽ, അതൊരു ക്ലോസ്ഡ് ഇൻ്റർവൽ ആയിട്ടും ആണ് തരുന്നതെങ്കിൽ 0ക്കും 1നും ഇടയ്ക്ക് വാല്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. അതായത് അൺകൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആണ് ഇതിനിടയ്ക്ക് വരുന്നത്. ബിറ്റ്വീൻ 0 and 1 ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 0 and 1. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിന് അങ്ങനെയല്ല, കൗണ്ടബിളി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ബട്ട് ഇവിടെ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അന്നേരം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ചോദിക്കുമ്പോൾ 0ക്കും 1നും ഇടയ്ക്ക് വാല്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നവർ പറയും ഇല്ല. ബട്ട് അങ്ങനെയല്ല, 0ക്കും 1നും ഇടയ്ക്ക് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് അവിടെ നമ്മൾ ഡിസ്ക്രീറ്റിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. അവിടുത്തെ അതേ കണ്ടീഷൻ പോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ അവിടെ സമ്മേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് കേസിന് നമ്മൾ ഇൻ്റഗ്രേഷൻ ആണ് എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു റാൻഡം വേരിയബിൾ എക്സ് നമ്മൾ എങ്ങനെ എടുക്കണം? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് എടുക്കണം. അതുപോലെ എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ, ദെൻ ദ പ്രോബബിലിറ്റി, ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ 3 കണ്ടീഷൻസ്. സോ വാട്ട് ആർ ദ 3 കണ്ടീഷൻസ്? നമുക്കിവിടെ 3 കണ്ടീഷൻസ് വരണം. ആ 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇൻറ്റഗ്രബിൾ ഇൻ ദ ഇൻ്റർവൽ -∞, 1. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് ദ തേർഡ് വൺ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ തേർഡ് ഫംഗ്ഷൻ ഇസ് ഇൻറ്റഗ്രൽ ഫ്രം -∞ to +∞, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇസ് ദ തേർഡ് കണ്ടീഷൻ. സോ അങ്ങനെ probability distribution function should satisfy 3 conditions. So what are the 3 conditions? F of x is integrable in the interval -∞, 1, and f of x greater than or equal to 0. മൂന്നാമത്തെ condition integral -∞ to +∞, f of x into dx is equal to 1 എന്ന condition ആണ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് അടുത്തതായിട്ട് cumulative distribution function എന്താണ് എന്നുള്ളത് നോക്കാം. അടുത്തത് നമുക്ക് അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് കേസിനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് കേസിനും ഉണ്ട്. സോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് CDF, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, കണ്ടിന്യൂസ് കേസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അതും നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ, ഇതിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുവാണ്. ആ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്
x less than or equal to x. The same condition is for also discrete case. So f of x is equal to probability of x less than or equal to x, which means that ഇതിൻ്റെ meaning എന്താണ്? Because continuous case ആകുമ്പോൾ we consider the real line from minus infinity to plus infinity. Let me take a value x. So less than or equal to x means from where to where the integration exists. ഏത് മുതൽ ഏത് വരെ ആയിരിക്കും ഇൻറ്റഗ്രേഷൻ എക്സിസ്റ്റ് ആവുന്നത്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഹിയർ ഫോർ കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് യു ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഇറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ദിസ് ഇസ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു probability of minus infinity less than x less than or equal to small x. So therefore it can be rewritten as minus infinity to x f of x into dx. അങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഇത് ഏതൊരു ഫംഗ്ഷൻ തന്നാലും ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് integration from minus infinity to plus infinity f of x into dx should be equal to 1. So this is one of the condition. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് probability of x1 less than or equal to x less than or equal to x2 എന്നാണ് എടുക്കുന്നതെങ്കിൽ it is from x1 integration from x1 to x2 f of x into dx. This is the condition. അപ്പോൾ each probability should be greater than or equal to 0 and minus infinity to plus infinity f of x dx is equal to 1. Probability of x1 less than or equal to x less than or equal to x2, which is equal to integration of x1 to x2 f of x into dx. This is one of the condition. ഇനി നമുക്ക് അടുത്ത ഒരു കണ്ടീഷൻ നോക്കാം, അതായത് ഇത് മൂന്നാമത്തേതായിട്ട് എടുക്കുവാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എടുക്കാവുന്നതാണ്, അതായത് ഇതേ കണ്ടീഷനെ നമുക്ക് ഇങ്ങനെയും എഴുതാവുന്നതാണ്. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ ഇതേ ഫംഗ്ഷനെ ഇങ്ങനെയും എഴുതാം, അതായത് പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ x2 എന്ന് തന്നാലും അവിടെയും ഇൻ്റഗ്രേഷൻ ഫ്രം x1 ടു x2 f of x into dx ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷന് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെ വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്, ഇവിടെ വരുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് കേസിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും അത് ഒരു വിഷയമേ അല്ല. കാരണം ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിലും ശരി ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിലും ശരി അവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ x1 ടു x2 എന്നേ നമ്മൾ എടുക്കാറുള്ളൂ. പൊതുവേ നമ്മൾ പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ഞാൻ x1 x2 എന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഈ കണ്ടിന്യൂസ് കേസിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഫ്രം എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ, ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്? ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് സ്മോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ കണ്ടെത്തും? സോ ഹൗ ടു ഫൈൻഡ് സ്മോൾ എഫ് ഓഫ് എക്സ്? അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നാൽ ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എങ്ങനെ ചോദിക്കും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. സോ വെൻ യു ഗെറ്റ് എഫ് ഓഫ് എക്സ് ഓൺ ഡിഫറൻഷിയേറ്റിംഗ്
f of x, that is f dash of x equal to small f of x. This is one of the important condition. ഇനി suppose നമ്മുടെ probability of a less than or equal to x less than or equal to b, less than mean also the same integration, less than or equal to also the same condition, a less than or equal to x less than or equal to b, f of x into dx is equal to, this is equal to the integration of this function is equal to, കാരണം അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സിനെ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ സ്മോൾ എഫ് ഓഫ് എക്സിനെ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ വെൻ യു ഡിഫറൻഷിയേറ്റ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ you get the probability density function. So I can write here this is equal to integration of f of x dx is equal to, instead of the integration I can write here this is equal to the cumulative distribution function such that over the limit from a to b, that is equal to, I can rewrite this as on substituting the upper limit f of b minus f of a. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാനിവിടെ പറഞ്ഞത്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നാൽ അവിടുന്ന് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അതേ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്താൽ അത് കിട്ടുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ യു ഹാവ് ടു റിമെമ്പർ ദീസ് പോയിൻറ്റ്സ്. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ലെറ്റ് us ഡു ദ ഫസ്റ്റ് പ്രോബ്ലം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, so a continuous random variable x follows the probability density function that I have written here as probability PDF. You understand that this is probability density function f of x equal to a into x square, where 0 less than or equal to x less than or equal to 1. Find a and probability that x lies between 0.2 and 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. So x be a continuous random variable. So if x is a continuous random variable എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ continuous random variable it has, അതായത് it has a PDF, it has a probability density function, it is given here. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, PDF ഉണ്ട്. അതായത് എന്താണ് അവിടുത്തെ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഇൻറ്റഗ്രബിൾ. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഇൻറ്റഗ്രബിൾ. യു ഷുഡ് ബി ഇൻറ്റഗ്രേറ്റ് within the interval from minus infinity to plus infinity. Now second one is the probability should be greater than or equal to 0. Now third one, integral minus infinity to plus infinity f of x dx is equal to 1. This is the condition for a probability density function. So here the function lies between 0 and 1. It is given here 0 and 1. So you can integrate. So it is between the interval from minus infinity to plus infinity. Minus infinity ക്കും plus infinity ക്കും ഇടയ്ക്കാണല്ലോ വരുന്നത് 0 and 1. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി അതിനൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദിസ് കണ്ടീഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്, ഈസ് ട്രൂ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് us take first the condition from minus infinity to plus infinity f of x dx is equal to 1. ബട്ട് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇറ്റ് ഈസ് ഫ്രം 0 to 1. The given function is a into x square. So this integration minus infinity to plus infinity എന്ന ഇൻ്റഗ്രേഷനെ നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു 0,
രണ്ടാമത് 0 to 1 and the third one is 1 to infinity എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? 0 എന്ന് കൊടുക്കാം. മറ്റ് രണ്ട് സ്ഥലങ്ങളിലും ഫംഗ്ഷൻ എന്താണ്? 0 എന്നുള്ളതാണ്. അപ്പോൾ 0 to 1 മാത്രമാണ് നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അതും ax². സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. Now coming to the calculation, നമുക്ക് given x has a probability density function എന്നുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ ഇതിവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ to +∞ f of x into dx is equal to 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. So on splitting this integration, you will be having from 0 to 1 a into x² dx is equal to 0. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആൻസർ എന്താണ്? വാല്യൂ ഇല്ല. ഓൺലി ഫോർ 0 to 1 ദ ഫംഗ്ഷൻ എക്സിസ്റ്റ്. അതായത് ഇത് എങ്ങനെ? എ കോൺസ്റ്റന്റ് ടേക്ക് ഔട്ട് സൈഡ് ഇൻ്റഗ്രൽ 0 to 1 x² into dx ഈക്വൽ ടു 1. വാട്ട് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് x²? നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് x റൈസ് ടു n into dx ആകുമ്പോൾ x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. സോ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a into x raised to 3 by 3 over the limit from 0 to 1 equal to 1. Now here a by 3 into upper limit substitute ചെയ്യുമ്പോൾ 1 minus lower limit 0 equal to 1. Hence we are getting here a by 3 equal to 1, which implies that a is equal to 3 എന്ന ആൻസർ ഇവിടെ വരുന്നുണ്ട്. a equal to 3 ആണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഗിവൺ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു x², വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3x². ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. നൗ ഇനി നമുക്ക് വേണ്ടത് ഇതോടുകൂടി തീരുന്നില്ല. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് 0.2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എന്താണ് ഫോർമുല? നമുക്ക് ഇങ്ങനെ തന്നാൽ പ്രോബബിലിറ്റി വി നോ ദാറ്റ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന കണ്ടീഷനാണ് വരുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ a to b f of x into dx. That means you can rewrite as integral 0.2 to 0.5 f of x. What is the function? 3x² into dx. So 0.2 to 0.5 ആണ് ആ ഒരു വാല്യൂ. 0.2 to 0.5 3x² into dx, that is equal to, now take 3 outside, integration of x² is x raised to 3 by 3 over the limit 0.2 to 0.5. ഇതിൽ 3 gets cancelled. Now you substitute the upper limit, that is 0.5 the whole cube minus 0.2 the whole cube, that is equal to, answer is I think 0.117 is the answer. So the second question is, a continuous random variable has the PDF. PDF എന്ന് പറഞ്ഞാൽ എന്താണ്? Probability distribution function. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x, that is k into x minus 1 the whole raised to 3, where 1 less than or equal to x less than or equal to 3, 0 otherwise. Find the value of k. അപ്പോൾ ഇവിടെയും അതേ കണ്ടീഷൻ തന്നെ, പക്ഷേ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട് find the distribution function. Distribution function or otherwise it is known as cumulative distribution function. Cumulative distribution function is denoted by the symbol capital F of x. ഇതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ it is given here. നമുക്ക് ആദ്യം let capital X be a random variable. അപ്പോൾ അത് ഏത് റാൻഡം വേരിയബിൾ ആണ്?
കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഹാസ് വാട്ട് ഈസ് ഗിവൻ ഹിയർ, ഇറ്റ് ഹാസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, which means that it satisfies one of the property. It is minus infinity to plus infinity f of x into dx is equal to 1 എന്ന condition true ആണ്. ഈ condition satisfied ആണ്. So let me take this condition. So in this function let us substitute the given function f of x, that is integral minus infinity to plus infinity k into x minus 1 the whole raised to 3 into dx is equal to 1. Therefore ഇവിടെ k constant ആണ്, take outside, that is equal to x minus 1 the whole cube integration is x minus 1 the whole raised to 4 divided by 4 over the limit from limit is given from 1 to 3 ആണ്. അപ്പോൾ minus infinity to plus infinity എന്നത് മാറ്റി നമുക്ക് ലിമിറ്റ് എന്താണ് കൊടുക്കേണ്ടത്? It is from 1 to 3. So here also from 1 to 3 the upper limit is 3 and lower limit is 1. So നമുക്ക് ഇവിടെ വീണ്ടും ഇതിൽ k by 4 into upper limit സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 3 minus 1 the whole square, the whole raised to 4 minus 1 minus 1 the whole raised to 4 equal to 1 എന്ന് വരുന്നുണ്ട്. ഈ ടേം 0 ആയി പോകുന്നുണ്ട്. 2 raised to 4 is equal to നമുക്ക് എത്രയാണ് വരുന്നത്? 16 ആണ് വരുന്നത്. So therefore you will be getting k by 4 into 16 which is equal to 1. Therefore ഇതിൽ ക്യാൻസൽ ആവുന്നുണ്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ k equal to 1 by 4 എന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ k ഇൻ്റഗ്രേഷൻ കിട്ടാനുള്ള കാരണം നമുക്ക് എടുത്ത ഫോർമുല ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് find the cumulative distribution function. Find the cumulative distribution function. That means capital F of x, that is equal to, what is the formula? Probability of capital X less than or equal to x. That means it is equal to, നമ്മുടെ ഫോർമുല എങ്ങനെ എഴുതും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു integral of minus infinity less than x less than or equal to small x, which means that ഇത് continuous case ആയതുകൊണ്ട് it is from integration minus infinity to x into f of x into dx. This is the function. So here നമ്മുടെ ഇൻ്റഗ്രേഷനിൽ എങ്ങനെയാണ് നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? സോ ഹിയർ ഇറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ ഹിയർ ദ ലിമിറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇൻ ബിറ്റ്വീൻ നമുക്ക് വരുന്ന ഇൻ്റർവൽ 1 to 3 ആണ് വരുന്നത്. സോ എക്സ് ഈസ് ആൻ വാല്യൂ വിച്ച് ലൈസ് ഇൻ ദിസ് ഇൻ്റർവൽ. അപ്പോൾ എക്സ് ഈ ഇൻ്റർവലിനകത്തുള്ള വാല്യൂവേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എക്സ് ഇതിനകത്തുള്ളതാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ഇൻ്റർവൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവൽ എന്ന് പറയുന്നത് 1 to 3, ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to 3. Now let us take an x value which belongs to this interval. അപ്പോൾ probability is from minus infinity to till x is the value. So minus infinity to x means you can split this integration into two parts. One is from minus infinity to 1 and another one is from 1 to x, not from x to 3. x to 3 നമുക്കില്ല, കാരണം minus infinity to x വരെയേ നമ്മൾ പോകുന്നുള്ളൂ. So therefore നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ ഇല്ല, കാരണം അത് 0 ആയിട്ട് കൊടുക്കുക. ഇതിന് മാത്രമാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. എക്സ് ഈ ഇൻ്റർവെലിനകത്ത് എവിടെ വന്നാലും എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 3 എന്ന് ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫ്രം -1. അപ്പോൾ എക്സ് ലൈസ് ബിറ്റ്വീൻ 1,3 ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ബിലോങ്സ് ടു ദ ഇൻ്റർവൽ 1,3. അപ്പോൾ ഈ എക്സ് ഈ ഫംഗ്ഷൻ അകത്ത് വരുന്നത് കാരണം ഈ ഫംഗ്ഷനും ഈ വാല്യൂ തന്നെയായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഫ്രം -1 ഇൻഫിനിറ്റി ടു 1 എങ്ങനെ എഴുതാം?
plus 1 to x into k value is equal to 1 by 4. Here k is equal to 1 by 4. You can replace as f of x is 1 by 4 into x minus 1 the whole raised to 3. So here 1 by 4 into x minus 1 the whole raised to 3 into dx, that is equal to, you can write the answer as 1 by 4 into x minus 1 the whole raised to 3 means x minus 1 the whole raised to 4 divided by 4 over the limit from 1 to x, that is 1 by 16 into, on substituting the upper limit, the same answer, x minus 1 the whole raised to 4 minus lower limit is 1 minus 1 the whole raised to 4. So this term becomes 0. So therefore 1 by 16 into x minus 1 the whole raised to 4 is the answer. Now we have to write the cumulative distribution function. So therefore the cumulative distribution function is f of x equal to, how will you write the function f of x? അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? f of x എഴുതേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടേക്ക് എ ലോങ് ബ്രാക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡിസ്ക്രീറ്റ് കേസിന് എഴുതിയതുപോലെ തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. സോ ഈ ഒരു കേസിന് നമ്മൾ എങ്ങനെ എടുക്കുന്നുണ്ട്? അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇന്റർവൽ എന്ന് പറയുന്നത് -∞ ടു +∞ ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവൽ എന്ന് പറയുന്നത് 1 to 3 ആണ്. അപ്പോൾ ഈ ഇന്റർവെലിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 1 to 3ക്ക് അകത്ത് വന്നാലാണ് ഈ ആൻസർ വരുന്നത്. ഇനി 1ന്റെ ഇപ്പുറത്തോ 3ക്ക് അപ്പുറത്തോ, അതായത് ഇതിനിപ്പുറത്തോ വന്നാൽ എന്തായിരിക്കും കണ്ടീഷൻ? അപ്പോൾ 1ന് താഴെ വരുമ്പോൾ -∞ ടു 1 വരെ ആണെങ്കിൽ നമുക്ക് ആൻസർ ഉണ്ടോ? ഇല്ല. സോ വി ക്യാൻ റൈറ്റ് ദ ഫംഗ്ഷൻ ടു ബി ഈക്വൽ ടു 0. ഇതിനപ്പുറം നമുക്ക് ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എക്സ് ലെസ് ദാൻ 1 means the answer is 0. Now when 1 is included, 1 less than or equal to x less than 3 ആണെങ്കിൽ, 3 ഇൻക്ലൂഡഡ് അല്ല, 3 വരെ, അതായത് 1ൽ തുടങ്ങി 3 വരെ ഉള്ള വാല്യൂ ആവുമ്പോൾ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by 16 into x minus 1 the whole raised to 4 എന്ന് എഴുതുക. ഇനി 3 തൊട്ട് അങ്ങോട്ട്, അപ്പോൾ അതായത് x greater than or equal to 3 ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ 3 വരെയുള്ള ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. അതായത് 3 വരെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? ദ വാല്യൂ ഈസ് ഫ്രം 1 to 3 വരെയുള്ള, -∞ to 3 വരെയുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് ഓൾ ദ പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു -∞ to +∞ f of x into dx is equal to 1 എന്ന കണ്ടീഷൻ നമുക്കുണ്ട്. അപ്പോൾ x greater than or equal to 3 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസർ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കണ്ടീഷൻ x ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിന് താഴെ ഫംഗ്ഷൻ ഇല്ല, 0. ഇൻ ബിറ്റ്വീൻ 1 and 3 ആണെങ്കിൽ ഈ ആൻസർ കൊടുക്കുക. അതിൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സം ഓഫ് ഓൾ ദ പ്രോബബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1 എന്ന് പറയും പോലെ ഇവിടെ നിങ്ങൾക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 മീൻസ് 3 വരെ ഉള്ളത് ആഡ് ചെയ്യണം എന്നാണ് മീനിങ്. അതിനപ്പുറം ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ 3 വരെ ഉള്ളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇന്റഗ്രേഷൻ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. So hence we say that the answer is equal to 1. This is the cumulative distribution function. So the next question is, if a random variable x has a continuous cumulative function given by capital F of x equal to 0 for x less than or equal to 0 and c into 1 minus e raised to minus x for x greater than 0. അതായത് നമ്മുടെ ഇന്റർവൽ ഫ്രം -∞ to +∞ വരെയാണ് നമ്മുടെ ഇന്റർവൽ. അതിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ 0 എടുക്കാം. അപ്പോൾ 0ക്ക് ഇപ്പുറത്ത് ലെസ് ദാൻ ആണെങ്കിൽ ആൻസർ എന്താണ് തന്നിരിക്കുന്നത്? less than 0 means the function is equal to 0 and greater than 0 means it will be till infinity. The value is c into 1 minus e raised to minus x എന്നുള്ള ഫംഗ്ഷൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഇവിടെ തന്നിരിക്കുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഹാസ് എ കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ. സോ ഗിവൺ ഫംഗ്ഷൻ ഈസ് given the cumulative distribution function. Cumulative distribution function is given here, that is capital F of x equal to integral
0 for x less than or equal to 0, and c into 1 minus e raised to minus x for x greater than 0. It is given here. Now, what is the probability density function? Then the probability distribution function is got by the probability distribution function is, how will you get the probability distribution function? Small f of x equal to the derivative of the cumulative distribution function. So small f of x is the derivative of capital F of x. So what is the derivative of this function? ഈ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, സി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ സി മൈനസ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ദിസ് കോൺസ്റ്റൻറ്റ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 0 മൈനസ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, ദാറ്റ് ഇസ് സി ഇ റൈസ് ടു മൈനസ് എക്സ് ഇസ് ദ ആൻസർ. അപ്പോൾ നമുക്കിവിടെ സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മോൾ എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്കിവിടെ കിട്ടി. ഇനിയാണ് നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ട്രൂ ആയിരിക്കും. സോ ഇവിടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഗിവൺ ഫംഗ്ഷൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സോ therefore the probability distribution function satisfies the condition. So it satisfies which condition? It satisfies one of the condition. അത് ഏത് കണ്ടീഷൻ ആണ്? അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ഇൻ ദ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. വൺ ഓഫ് ദ കണ്ടീഷൻ വാട്ട് ഇസ് ദാറ്റ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ഹെൻസ് we substitute here the value. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ, ബിറ്റ്വീൻ വാല്യൂ ഇസ് 0, 0 ടു ഇൻഫിനിറ്റി വരെ നമുക്ക് സി ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി, ഇൻ്റഗ്രേഷൻ രണ്ടായിട്ട് വരുന്നുണ്ട്. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, മറ്റൊന്ന് 0 ടു ഇൻഫിനിറ്റി വരെ. അതിൽ ഇതിൻ്റെ ആൻസർ 0, ഇതിന് മാത്രം സി ഇ റൈസ് ടു മൈനസ് എക്സ്. സോ ഡയറക്ട്ലി ഐ എം റൈറ്റിംഗ് ഹിയർ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി c e raised to minus x into dx is equal to 1. So therefore this is equal to c into e raised to minus x ആവുമ്പോൾ e raised to minus x divided by minus 1 over the limit 0 to infinity equal to 1 എന്ന കണ്ടീഷൻ ആണ് നമുക്കിവിടെ വരുന്നത്. സോ therefore what do you get here the answer? സോ നമ്മുടെ ആൻസർ അനുസരിച്ച് ഇവിടെ that is minus c into upper limit is from the function e raised to minus infinity minus e raised to 0, e raised to 0 which is equal to 1. So therefore minus c e raised to minus infinity is 0 minus 1 equal to 1. Hence we say that minus into minus becomes plus ആണ്. So therefore c is equal to 1 എന്ന ആൻസർ ഇവിടെ വരുന്നുണ്ട്. So therefore f of x equal to, what is f of x? f of x is equal to 0 if എന്താണ് x less than or equal to 0 and c e raised to minus x. അപ്പോൾ e raised to minus x if x greater than 0. f of x നെ നമ്മൾ c വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? To find, one more condition is asked here, to find probability of 1 less than x less than 2. That means probability of this function equal to എന്താണ്? We know that probability of a less than x less than b means integral a to b f of x into dx. That is
ഈക്വൽ ടു ഇൻറ്റഗ്രൽ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 f of x into dx. That is equal to integral 1 to 2 e raised to minus x into dx. അപ്പോൾ ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ, അതിൽ ഇൻ ബിറ്റ്വീൻ 0 ആണ്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രം 1 to 2. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരെ ഉള്ള ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ 1 to 2 ആണെങ്കിലും നമ്മുടെ ആൻസർ എന്താണ്? ഇ റൈസ് ടു മൈനസ് എക്സ് തന്നെയാണ്. സോ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 ഓവർ ദ ലിമിറ്റ് 1 to 2. ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 1. സോ ദെയർഫോർ that is equal to minus e raised to minus 2 plus e raised to minus 1. That is 1 by e minus 1 by e square ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by e. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.367 മൈനസ് 0.135 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2325 ആണ് വരുന്ന ആൻസർ. അങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നപ്പോൾ അതിൽ നിന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എടുത്ത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഒരു കാൽക്കുലേഷൻ കൂടി നമുക്കുണ്ടായിരുന്നു, അതും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുത്തു. സോ നെക്സ്റ്റ് വൺ ഇസ് നമുക്ക് കണ്ടിന്യൂസ് കേസിൻ്റെ മീൻ വേരിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് കേസിൽ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓർ അതർവൈസ് ഇറ്റ് ഇസ് ഡെനോട്ടഡ് ബൈ ദ സിമ്പിൾ മ്യൂ. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ വാട്ട് ഇസ് വേരിയൻസ്? വേരിയൻസ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് expectation of x the whole square. Similarly, the standard deviation is sigma, denoted it is equal to square root of the variance of x. നമുക്കിനി അടുത്തത് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ളത് നോക്കാം. So the next problem is if f of x equal to x plus 1 by 2 for modulus of x less than 1 and 0 otherwise is the PDF of x. PDF എന്ന് പറഞ്ഞാൽ probability distribution function. അപ്പോൾ ഈ ഫംഗ്ഷൻ probability distribution function സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സ് ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമുല? നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഇതിൽ വേറെ ഒന്നും തന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദിസ് ഇസ് ദ ഫോർമുല. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ, അതായത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെ, അതിൽ -1 ടു പ്ലസ് 1 വരെ എക്സിസ്റ്റ് ആവുന്നുണ്ട്. -1 ടു പ്ലസ് 1 വരെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ആവുന്നുണ്ട്. ബാക്കി ഉള്ള സ്ഥലങ്ങളിൽ എല്ലാം ആൻസർ 0. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷനെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നത് മൂന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ, രണ്ടാമത് -1 ടു പ്ലസ് 1 വരെ, മൂന്നാമത് +1 ടു പ്ലസ് ഇൻഫിനിറ്റി വരെ. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഈ ഒരു കാൽക്കുലേഷനെ നമുക്ക് ഇതിൽ ഒരു ഇൻ്റഗ്രേഷന് മാത്രമാണ് വാല്യൂ എക്സിസ്റ്റ് ആവുന്നത്. ബാക്കി രണ്ട് ഇൻ്റഗ്രേഷനും ആൻസർ എന്താണ്? 0 ഫോർ ദ റിമൈനിങ് 2 ഇൻ്റഗ്രേഷൻ. സോ ദെയർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു -1 ടു 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 into dx. ഇതിൽ 1/2 constant into integral -1 to +1 multiply x inside x square plus x into dx. Now integration ചെയ്യാനായിട്ട് x സ്ക്വയറിൻ്റെ integration എന്താണ്? 1/2 into answer is x cube divided by 3 plus x square divided by 2 over the limit from -1 to +1 in value. So therefore നമുക്ക് integration ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 പ്ലസ് 1/2 മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/3 പ്ലസ് 1/2.
രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം കാരണം ഇവിടെ -1 ദ ഹോൾ ക്യൂബ് എന്താണ്, -1 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു -1. -1 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ എന്താണ്, +1. സോ അങ്ങനെയാണ് -1/3 + 1/2 വരുന്നത്. ഇനി നമുക്ക് 1/2 ഇൻറ്റു ഇതിനെ 1/3 + 1/2 മൈനസ് ഇൻറ്റു മൈനസ് +1/3 -1/2. ഇതിൽ +1/2 -1/2 ക്യാൻസൽ ആവുന്നുണ്ട്. So that 1/2 into 1/3 plus 1/3 is 2/3. അപ്പോൾ 2 cancel ആവുന്നുണ്ട്. The answer is equal to 1/3. So therefore നമുക്ക് ഇവിടെ കിട്ടുന്നത് expectation of x or otherwise it is known as mean is equal to 1/3. Next we have to calculate variance. Variance ന്റെ ഫോർമുല എന്താണ്? We know that variance of x equal to expectation of x square മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -∞ ടു +∞ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് -1 ടു +∞ ആൻഡ് ലിമിറ്റ് ഇസ് ഫ്രം -1 ടു +1. സോ യു ക്യാൻ റീറൈറ്റ് ഹിയർ -1 ടു +1 എക്സ് square into x plus 1 divided by 2 into dx, that is equal to 1/2 into integral of -1 to +1 x raised to 3 plus x square into dx. Now you have to multiply the terms, that is equal to 1/2 into ഇതിനെ എങ്ങനെ എഴുതാം, that is equal to 1/2 into integration of x raised to 3 is x raised to 4/4 plus x raised to 3 divided by 3 over the limit from -1 to +1. So therefore again 1/2 into ഇതിനെ എങ്ങനെ എഴുതാം, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 plus 1/3 മൈനസ് അടുത്ത ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 -1 ഇടുമ്പോൾ -1/3. Now multiply, minus sign inside, 1/2 into 1/4 plus 1/3 minus 1/4 plus 1/3. So നമ്മുടെ ആൻസറിൽ -1/4 plus 1/4 ക്യാൻസൽ ആവുന്നുണ്ട്. So that 1/2 into 1/3 plus 1/3 is 2/3 which is equal to 1/3 is the answer. Hence നമുക്ക് ഇവിടെ expectation of x square equal to 1/3. Therefore variance of x equal to expectation of x square minus expectation of x the whole square, that is equal to 1/3 minus what is the expectation of x, that is 1/3 the whole square, that is equal to 1/3 minus 1/9 which is equal to 9 ആണ് LCM, cross multiply ചെയ്യുമ്പോൾ 3 minus 1, that is equal to 2/9 is the answer. അങ്ങനെ നമ്മുടെ വേരിയൻസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു. സോ ആൻസർ ഇസ് 2/9. പിന്നെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/9, that is equal to root of 2 divided by root 9, that is equal to root of 2 divided by 3 is the answer. അങ്ങനെയും നമുക്ക് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. വേരിയൻസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ നൊട്ടേഷൻ സിഗ്മ സ്ക്വയർ, സോ ദാറ്റ് ഈസ് ഓൾസോ വി ഹാവ് കാൽക്കുലേറ്റഡ് ഹിയർ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ വേരിയൻസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 4 പ്രോബ്ലംസ് ആണ് കണ്ടിന്യൂസ് കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. Hope you could have understood these problems. If you have any doubts, please give me a message. Thank you.